അജ്മീർ കാശ്മീർ യാത്രയുടെ 12ാമത്തെ സീരീസ് ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാന നഗരിയായ ശ്രീനഗറിലെ മഹാന്മാരുടെ മസാറുകൾ തേടിയുള്ള യാത്രയാണ് ഈ എപ്പിസോഡിൽ നാം പരിചയപ്പെടുത്തുന്നത്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك നമ്മുടെ അജ്മീർ കാശ്മീർ യാത്രയുടെ 12ാമത്തെ എപ്പിസോഡ് ഇന്ന് നമ്മളുള്ളത് ശ്രീനഗറിലാണ്. ജമ്മു കാശ്മീരിൻ്റെ സമ്മർ ക്യാപിറ്റലായ ശ്രീനഗറിൽ ഒരുപാട് മസാറുകളുണ്ട്. അവിടേക്കാണ് ഇന്ന് നമ്മൾ ജാവേദ് ബായിയുടെ ഓട്ടോറിക്ഷ കയറിയിട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാശ്മീരിൽ എത്തിയിട്ട് ഇന്ന് 4ാമത്തെ ദിവസമാണ്. മഴക്കും മഞ്ഞുവീഴ്ചക്കും അല്പം ശമനമുണ്ട്. റോഡുകൾ ലാൻഡ്സ്ലൈഡ് സംഭവിച്ച് ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് യാത്ര പോകാൻ കഴിയാതെ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളടക്കം ശ്രീനഗറിലും ബനിഹാലിലൊക്കെ ഇപ്പോൾ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നാളെയാണ് നമുക്ക് ജമ്മുവിലേക്കുള്ള യാത്ര. നാളെ റോഡുകളൊക്കെ ഓപ്പൺ ആവുമോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അറിവും ഇതുവരെ ലഭ്യമല്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് അത് നാളത്തെ കാര്യം. ഇന്ന് നമ്മൾ ഈ ടൗണിലുള്ള ധാരാളം ഔലിയാക്കന്മാർ, മഹാന്മാർ, നൂറുകണക്കിന് മഹാന്മാരുടെ മക്ബറകൾ ഈ പ്രദേശങ്ങളിലുണ്ട്. അവിടേക്കുള്ള യാത്രയാണ് നമ്മുടെ ഈ അജ്മീർ കാശ്മീർ യാത്ര. നമ്മൾ കേരളത്തിൽ നിന്ന് ആരംഭിച്ച് ചെന്നൈയിലും മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലും ഉത്തർപ്രദേശിലെ ആഗ്രയിലും അതുപോലെ പഞ്ചാബിലെ അമൃത്സർ, ഗോൾഡൻ ടെമ്പിൾ, വാഗാ ബോർഡർ തുടങ്ങി സർഹിന്ദ് മക്കാമടക്കം പല സ്ഥലങ്ങളിലും സിയാറത്തുകളും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ശ്രീനഗറിൽ കാശ്മീരിൽ എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടുത്തെ മക്കാമുകളിലേക്കാണ് ആദ്യമായി നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ദസ്തഖീർ സാഹിബ് ദർഗയിലേക്കാണ്. ശ്രീനഗറിലെ കണിയാർ ഷെരീഫ് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ഏകദേശം 200 വർഷം പഴക്കമുള്ള മസ്ജിദും സൂഫി കേന്ദ്രവും അടങ്ങുന്ന ഈ മഹത്തായ സൗധം AD 1806 നിർമ്മാണം നടത്തുന്നത്. മഹാനായ ഗൗസുൽ ആലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ തിരുകേശം ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഓയെ പാക്ക് എന്നാണ് അതിനെ ഇവിടുത്തുകാർ വിളിക്കപ്പെടുന്നത്. അതുപോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകൊണ്ടെഴുതിയ വിശുദ്ധ ഖുർആനും ഇവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ ശിഷ്യനായ ഹുസൂർ ഷായാണ് ഈ തിരുകേശം ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ അവിടുത്തെ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് ഖാൻഖാഹെ മൗലയിലേക്കാണ്. മഹാനായ അമീർ കബീർ ഷാഹെ അമദാൻ ഖാൻഖാഹിലേക്ക്. ഇവിടെയാണ് കാശ്മീരിൽ ഇസ്ലാമിക പ്രഭ പരത്തിയ മഹാനായ അമീർ കബീർ ഷാഹെ അമദാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖാൻഖാഹ്. ധാരാളം സഞ്ചാരികൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഖാൻഖാഹെ മൗല. ഹിജറ 700 ഇറാനിലെ ഹമദാനിൽ ജനിച്ച് 784 തജിക്കിസ്ഥാനിൽ വഫാത്തായ അമീർ കബീർ മിർ സയ്യിദ് അലി ഷാഹെ ഹമദാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക പ്രചരണാർത്ഥം ശ്രീനഗറിലെത്തി ആയിരങ്ങൾക്ക് ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം കാണിച്ചു കൊടുത്ത മഹാനാണ്. അവരുടെ നാമധേയത്തിലാണ് ഈ ഖാൻഖാഹ് പടുത്തുയർത്തിയിട്ടുള്ളത്. ദിനം പ്രതി ധാരാളം സഞ്ചാരികളെത്തുന്ന വർണ്ണമനോഹരമായ ഖാൻഖാഹെ മൗല സന്ദർശിച്ച് ഞങ്ങൾ അടുത്ത സിയാറത്ത് കേന്ദ്രമായ സിയാറത്തെ നക്ഷബന്ദിയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സൂഫി വഴികളിലെ ഏറ്റവും വലിയ ത്വരീഖത്തുകളിലൊന്നായ നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ സ്ഥാപകൻ സയ്യിദ് ബഹാവുദ്ദീൻ നക്ഷബന്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട ഖാൻഖാഹാണ് സിയാറത്തെ നക്ഷബന്ദി സാഹബ്. നക്ഷബന്ദി സിൽസിലയിലെ ഷെയ്ഖായിരുന്ന ഹസ്രത്ത് ഇഷാൻ മഹമ്മൂദ് ബിൻ ഷറഫുദ്ദീൻ എന്ന മഹാനുഭാവൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്മാരകം 17ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെടുന്നത്. പൂർണ്ണമായും മരങ്ങളെ കൊണ്ട് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പണികഴിപ്പിച്ച ഈ ഭവനം ഇവിടെയായിരുന്നു ആദ്യമായി കാശ്മീരിലെ തിരുകേശം എത്തിച്ചതും സൂക്ഷിക്കപ്പെട്ടിരുന്നതും. പിന്നീടാണ് ഹസ്രത്ത് പാൽ മസ്ജിദിലേക്ക് മാറ്റുന്നത്. ഇവിടെ മഹാനായ ഖാജ മൊഈനുദ്ദീൻ ഹാദി നക്ഷബന്ദി എന്ന മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നു. സിയാറത്തെ നക്ഷബന്ദിക്ക് ശേഷം ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ജാമിയ മസ്ജിദിലാണ്.
ശ്രീനഗറിലെ ഓൾഡ് സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രസിദ്ധവും ഏറ്റവും വലിയതുമായ ജുമാ മസ്ജിദാണ് ജാമിയ മസ്ജിദ്. 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാശ്മീരിലെ ആത്മീയ നേതാവായിരുന്ന മിർ സയ്യിദ് അലി ഹമദാനി റളിയല്ലാഹുവിൻ്റെ മകൻ മിർ അഹമ്മദ് ഹമദാനി റളിയല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മസ്ജിദ് നിർമ്മിക്കപ്പെടുന്നത്. സിക്കന്ദർ ഷാ നിർമ്മിച്ച ഈ മസ്ജിദ് പിന്നീട് കശ്മീരിലെ സുൽത്താനായ ഹസൻ ഷായും മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറും ഔറംഗസേബുമൊക്കെ പുനർനിർമ്മാണം നടത്തി. ഈ മസ്ജിദ് സന്ദർശിക്കാൻ കശ്മീരിലെത്തുന്ന ധാരാളം സഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ എത്തിച്ചേരുന്നത്. ജാമിയ മസ്ജിദ് സിയാറത്തിന് ശേഷം നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് കശ്മീരിലെ തന്നെ ദിവസവും ഒട്ടനവധി തീർത്ഥാടകർ എത്തിച്ചേരുന്ന സുൽത്താനുൽ ആരിഫീൻ ദർഗയിലാണ്. ഹരി പർവ്വതിൻ്റെ താഴ്വരയിൽ മലഞ്ചെരുവിലായാണ് മഹാനായ സുൽത്താനുൽ ആരിഫീൻ ഹംസ മഖ്ദൂം റളിയല്ലാഹുവിൻ്റെ ഈ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത്. ഏതാനും പടികൾ കയറി മുകളിലെത്തി മുകളിലുള്ള മസ്ജിദിന് ചാരയാണ് ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. കശ്മീരിൽ ഇസ്ലാമിൻ്റെ വെള്ളിവെളിച്ചം പകർന്നു നൽകിയ സൂഫിയും പണ്ഡിതനുമായ ഹംസ മഖ്ദൂം റളിയല്ലാഹുവിൻ്റെ ദർഗയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിന്ന് കാശ്മീരിൻ്റെ മനോഹരമായ ആകാശക്കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ സിയാറത്തും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കശ്മീരിലെ തന്നെ ശ്രീനഗറിലെ ഏറ്റവും പ്രസിദ്ധമായ ഹസറത്ത് ബാൽ മസ്ജിദിൻ്റെ മുമ്പിലാണ്. ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം സൂക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ് ഹസറത്ത് ബാൽ എന്ന് ഈ പള്ളിക്ക് വിളിക്കപ്പെടുന്നത്. ശ്രീനഗറിലെ ഒരുപാട് ദർഗകളും ഒരുപാട് മനോഹരമായ കാഴ്ചകളും കണ്ട് അവസാനമായി ശ്രീനഗറിൽ നമ്മൾ സിയാറത്ത് ചെയ്തത് സിന്ദാൻ ഷാ സാഹിബ് റളിയല്ലാഹുവിൻ്റെ ദർഗയാണ്. ദാൽ ഗേറ്റിനടുത്ത് ദാൽ തടാകത്തിന് ചാരെ ഉയർന്നു നിൽക്കുന്ന ഈ മനോഹരമായ ദർഗയ്ക്കകത്താണ് ബഹുമാനപ്പെട്ടവരുടെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസത്തോളം നീണ്ടുനിന്ന ശ്രീനഗറിലെ കാഴ്ചകളും സിയാറത്തുകളും ചെയ്ത് നമ്മൾ റൂമിലേക്ക് മടങ്ങാനിരിക്കുകയാണ്. വിദൂരത്ത് മഞ്ഞുമലകളെ മനോഹര ദൃശ്യം നമുക്ക് കാണാനാകും. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ അജ്മീറിലേക്കും ഡൽഹിയിലേക്കും ജയ്പൂരിലേക്കൊക്കെ സിയാറത്ത് കേന്ദ്രങ്ങൾ തേടി യാത്ര ആരംഭിക്കുകയാണ്.